Hello friends, I am Nisha from Nissa's Kitchen. Welcome to our channel. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് ഉപയോഗിച്ച് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ സോയ ചങ്ക്സ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂട് വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. ചെറിയ ഉള്ളി 10 എണ്ണം, സവോള ഒരെണ്ണം മീഡിയം സൈസിലുള്ളത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, വെളുത്തുള്ളി 5 അല്ലി ചതച്ചെടുത്തത്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില 3 തണ്ട്, തക്കാളി ഒരെണ്ണം ചെറുത്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, കുറച്ച് തേങ്ങാക്കൊത്ത്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന സോയാ ചങ്ക്സ് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത ശേഷം നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയുക. പിന്നീട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അടുത്തായിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. തേങ്ങാക്കൊത്ത് ഇപ്പോൾ എണ്ണയിൽ കിടന്ന് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഈ ബാലൻസ് എണ്ണയിലേക്ക് നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോയാ ചങ്ക്സിനെ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ ഓയിലിട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതുപോലെ തന്നെ ഡീപ് ഫ്രൈഡ് ആവശ്യമില്ല. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മൊരിഞ്ഞാൽ മതിയാകും. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. അടുത്തായിട്ട് ഞാൻ ചൂട് കട്ടിയുള്ളൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ മൺചട്ടി ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ ഇതുപോലെ ചൂട് കട്ടിയുള്ള പാനോ ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2ആയിട്ട് കട്ട് ചെയ്ത 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകിനെ ജസ്റ്റ് 1 മിനിറ്റ് ആദ്യമേ ഒന്ന് വഴറ്റാം. ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് ഇതിനെ വഴറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു 10 ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താലും മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ വീണ്ടും വഴറ്റാം. സവോള നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരണം. അപ്പോൾ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം.
കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. കാശ്മീരി മുളക് പൊടിയല്ല നിങ്ങൾ ഹോട്ട് ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും, അല്ലെങ്കിൽ എരിവ് വല്ലാണ്ട് കൂടിപ്പോവും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി മൂത്ത് വരണം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സോയ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് എത്തണം. അതിനായിട്ട് നമുക്കിതിനെ ലോ ഹീറ്റിൽ തന്നെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇപ്പോൾ 2 മിനിറ്റ് നമ്മളിതിനെ വഴറ്റി മസാല ഇതിലേക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. വെള്ളം നമ്മൾ ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും കറിയിലേക്ക് ഇതുപോലെ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക. അതല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും. നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമുക്കിതിനെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. മീഡിയം ഹീറ്റിൽ നമുക്കൊരു 5-6 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയയുടെ ഉള്ളിലോട്ടൊക്കെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഗ്രേവി കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒന്നും കൂടെ ഉപ്പ് നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ തന്നെ ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വെച്ചിരിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ ചൂടോടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സോയ ചങ്ക്സ് കറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വെജിറ്റേറിയൻ ഡിഷ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ നോയമ്പ് കാലത്തും എല്ലാം വളരെ യോജിച്ചിട്ടുള്ള ഒരു കറിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടമാകും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക്